ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് എങ്ങനെ ലഭിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിൽ തുടരാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവരുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളെല്ലാവർക്കും എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സഹായിക്കണം. അപ്പോൾ അതുപോലെ ഈ ഒരു കസ്തൂരി മഞ്ഞളുടെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2-3 വെറൈറ്റി കസ്തൂരി മഞ്ഞൾ, അതുപോലെ കൂവ, മഞ്ഞക്കൂവ, മഞ്ഞൾ, ഇഞ്ചി, അങ്ങനെ 2-3 കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒരുപോലെ സാമ്യമുള്ളത്, പക്ഷേ പെട്ടെന്ന് മനുഷ്യർക്ക് തെറ്റിപ്പോകുന്ന ചെടികളാണ് ഇതൊക്കെ, കിഴങ്ങുകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചെടിയും സെപ്പറേറ്റ് വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് കസ്തൂരി മഞ്ഞൾ വിളവെടുത്തതാണ്, അതായത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വിത്ത് നമുക്ക് ആവശ്യക്കാർക്ക് എത്തിക്കാനും നമുക്ക് ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ താല്പര്യമുള്ളവർക്ക്, വിത്ത് വേണ്ടവർക്ക് കമൻറ്റിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, യെസ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ അകത്ത് നിങ്ങൾക്കത് എങ്ങനെ ലഭിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് അയച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു കസ്തൂരി മഞ്ഞളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു പച്ച കർപ്പൂരത്തിൻ്റെ മണമാണ്. നല്ല കർപ്പൂരത്തിൻ്റെ മണമായിരിക്കും ഈ ഒരു ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്. ഈ മഞ്ഞക്കൂവ അല്ലെങ്കിൽ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന കസ്തൂരി മഞ്ഞളാണെന്നൊക്കെ പറഞ്ഞ് പലരും വയ്ക്കുന്ന ചെടികൾക്ക് ഈ ഒരു മണോ അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണമൊന്നും ഉണ്ടായിരിക്കില്ല. ഈ മഞ്ഞക്കൂവ നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്നൊരു ചെടിയാണ്. പലരും കസ്തൂരി മഞ്ഞളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വയ്ക്കുന്നത് മഞ്ഞക്കൂവ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതിനൊരു മഞ്ഞ കളറായിരിക്കും അതിൻ്റെ അകത്തുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ മണം കസ്തൂരി മഞ്ഞളുടെ മണമല്ല. അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഉണ്ടാവും. അത് കണ്ടോ, കടയ്ക്കുന്നത് ഞാൻ ഡബയിൽ കുഴിച്ചിട്ടത്, അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, മണ്ണിൻ്റെ പുറത്തേക്ക് വരെ തള്ളി വരുന്ന രീതിയിൽ ഇത് വളരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ